ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാനായി പോകുന്നത് ലെവിസ് മോഡൽ ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിലെ ലെവിസ് മോഡൽ എന്ന് നോക്കാം. ഈ ലെവിസ് മോഡൽ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നോബൽ ലോറേറ്റ് ആയിട്ടുള്ള ആർതർ ലെവിസ് ഇൻ 1954 ഈ തിയറി ബേസ് ചെയ്തിരിക്കുന്നത് കുറച്ച് അസംഷൻ്റെ ബേസിസിലാണ്. ഇവിടെ പറയുന്നത് നമ്മുടെ എക്കോണമിയിൽ 2 സെക്ടേഴ്സാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ട്രഡീഷണൽ അഗ്രികൾച്ചർ സെക്ടേഴ്സും മറ്റൊന്നെന്ന് പറയുന്നത് മോഡേൺ അർബൺ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സാണ് ഉള്ളത്. ഇനി ട്രഡീഷണൽ അഗ്രികൾച്ചർ സെക്ടേഴ്സിൻ്റെ അസംഷൻ അനുസരിച്ച് ഇറ്റ് ഈസ് ഓവർ പോപ്പുലേറ്റഡ് ആൻഡ് വിത്ത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് എന്താണ് അഗ്രികൾച്ചർ സെക്ടേഴ്സിൽ ഓവർ പോപ്പുലേഷൻ ആണെങ്കിലും അതിൻ്റെ ലേബറിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത് ഹൈ പ്രൊഡക്ടിവിറ്റി ആയിട്ടാണ് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത്. ഇനി അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് സെക്ടർ ആയിരിക്കും. അത്യാവശ്യത്തിന് മാത്രം വേജ് കിട്ടുന്ന, എന്നാൽ അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയാലും സബ്സ്റ്റൻസ് വേജ് മാത്രം കിട്ടുന്ന ഒരു സെക്ടേഴ്സ്. സോ ലേബേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എവിടെ നിന്ന്? അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇതൊരു സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുകയും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഇത് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നത്? അതായത് ഈ അഗ്രികൾച്ചർ സെക്ടേഴ്സിലുള്ള സർപ്ലസ് ആയിട്ടുള്ള ലേബേഴ്സ്, ആവശ്യമില്ലാത്ത കുറച്ച് ലേബേഴ്സ് ഉണ്ടല്ലോ, അവരെ റിമൂവ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, അഗ്രികൾച്ചർ സെക്ടേഴ്സിലെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി 5ാമത്തെ അസംഷൻ പറയുന്നത് സപ്ലൈ ഓഫ് ലേബർ കർവ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. അവിടെ വേജ് റേറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി പറയുന്നത് എന്താണ് അടുത്ത പാരഗ്രാഫിൽ, മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് 0 ആയിട്ടുള്ള അഗ്രികൾച്ചർ ലേബേഴ്സ് അവരെ ഗെയിൻഫുള്ളി എംപ്ലോയ് ചെയ്യാം, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടി അവരെ എംപ്ലോയ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ്? ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടി അവരെ എംപ്ലോയ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് കോൺട്രിബ്യൂഷൻ പോസിറ്റീവായിട്ട് നടത്താനും പറ്റും. എത്രത്തോളം അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടിയിട്ടുണ്ടോ അതിനനുസരിച്ച് അവർക്ക് വേജ് റേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ നിന്നും വാങ്ങിക്കാനും പറ്റും. സോ മോഡേൺ സെക്ടറിലെ ഔട്ട്പുട്ട് എക്സ്പാൻഷനെ ആശ്രയിച്ചായിരിക്കും ഈ ട്രാൻസ്ഫർ നടക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഈ മോഡേൺ സെക്ടർ എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളത് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ്. എങ്ങനെയാണ് ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത്? റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ക്യാപിറ്റൽ അക്യുമുലേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി മോഡേൺ സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടണം. അത് ക്യാപിറ്റലിസ്റ്റ് അവർക്ക് കിട്ടുന്ന സർപ്ലസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവരുടെ ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ത് ചെയ്യുന്നത്, കൂട്ടുന്നത്. എന്നിരുന്നാൽ പോലും അവിടെ ചില എന്തുണ്ടെന്നാണ് പറയുന്നത്, ബോട്ടിൽ നെക്കുകൾ ഉണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ തടസ്സം എന്താണ്, ലേബേഴ്സ് മറ്റൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ എന്തായില്ല, തയ്യാറാകില്ല. അതായത് ഈ പ്രൊഡക്ഷൻ ഏരിയയിൽ നിൽക്കാനായിരിക്കും അവർക്ക് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് താല്പര്യം. ബന്ധുക്കളെയും വീടിനെയും ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ലേബേഴ്സാണ് ഒരു തടസ്സമായിട്ട് കണക്കാക്കുന്നത്. ഇനി 2ാമത്തെ പോയിന്റിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എപ്പോഴും ആവശ്യപ്പെടുന്നത് സ്കിൽഡ് ലേബേഴ്സിനായിരിക്കും. പക്ഷേ അഗ്രികൾച്ചർ സെക്ടേഴ്സിൽ എന്താണുള്ളത്, ലേബേഴ്സ് എന്ന് പറയുന്നത് അൺസ്കിൽഡ് ആയിരിക്കും. ഹൗവർ ലെവിസ് ആർഗ്യൂഡ് ദാറ്റ് സ്കിൽഡ് ലേബർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ടെമ്പററി ബോട്ടിൽ നെക്ക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലെവിസ് ആർഗ്യൂ ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഏത് വഴിയാണ്? ട്രെയിനിങ് വഴി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. എങ്ങനെ നോക്കിയാലും ഒരു 30% ഇൻക്രീസ് എപ്പോഴും ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ ഉണ്ടാകും. ഇങ്ങനെ ഒരു ഇൻക്രീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് വിൽ ഇൻഡ്യൂസ് വർക്കേഴ്സ് ടു മൂവ് ഓൺ കോൺസ്റ്റൻറ്റ് വേജ് റേറ്റ് ആയതുകൊണ്ട് തന്നെ സപ്ലൈ കർവ് ഓഫ് ലേബർ ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. അതായത് എത്രത്തോളം ലേബേഴ്സിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്, എംപ്ലോയ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ലെവിസ് ആർഗ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം. അതിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് ലേബറാണ് മെഷർ ചെയ്തിരിക്കുന്നത്, റിയൽ വേജസ് മെഷർ ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ ആക്സിസിലാണ്. ഇനി D1 D2 D3 എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് ഫോർ ലേബറാണ്. അത് താഴെ D1 D2 എന്ന് കൊടുത്തിരിക്കുന്നത് നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് ലേബറിനെ L1 L2 L3 ആയിട്ട് വായിക്കാം.
ഇനി അടുത്ത അതിൽ D1 എന്ന് പറയുന്ന ഒറിജിൻ പോയിൻ്റാണ്. അതിന് നമുക്ക് 0 ആയിട്ട് വായിക്കാം. അതിനെ 0 അല്ല O ആയിട്ട് വായിക്കാം. അതിൽ OA എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടർ വേജ് ആണ്, അല്ലെങ്കിൽ അതിനെ സബ്സിസ്റ്റൻസ് വേജ് എന്നും പറയുന്നു. OW എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ വേജ് ആണ്. അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. അതിൻ്റെ സപ്ലൈ കർവ് എന്ന് പറയുന്നത്, അതായത് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൻ്റെ വേജസിൻ്റെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ടോട്ടൽ പ്രൊഡക്ഷൻ, അതായത് ഡിമാൻഡും സപ്ലൈയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, OWD1EL1 ആണ്, അതായത് ആ ഏരിയ മൊത്തത്തിലുള്ളത്. ഇനി അതിൽ നമ്മൾ വേജ് റേറ്റ് കൊടുക്കുന്നത് എത്രയായിരിക്കും, OWEL1 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേജ് റേറ്റ് കൊടുക്കുന്നത്. അതിൽ WD1E ആണ് എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് ഓഫ് ദി ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്, സർപ്ലസ് ആണ്. അപ്പോൾ ഈ സർപ്ലസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ക്യാപിറ്റൽ അക്യുമുലേഷൻ വരും. വീണ്ടും നമ്പർ ഓഫ് ലേബേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, കൂടുകയും. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ പ്രൊഡക്ഷൻ കൂടുന്ന വഴി അവർക്ക് ധാരാളം ആവശ്യമായിട്ട് വരും, ലേബേഴ്സിനെ ആവശ്യമായിട്ട് വരും. അങ്ങനെ ഇൻഡസ്ട്രിയൽ ലേബേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മോർ ലേബേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ OL1 ആയിരിക്കുന്നത് ലേബർ എങ്ങോട്ട് മാറും, OL2 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുകയും D1 ആയിരിക്കുന്ന ഡിമാൻഡ് കർവ് D2 ആയിട്ട് സപ്ലൈ കർവായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു പ്രൊഡക്ഷനാണ് OD2FL2 എന്ന് പറയുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അഗ്രികൾച്ചർ സർപ്ലസ് ആയിട്ടുള്ള ലേബേഴ്സിനെ ഷിഫ്റ്റ് ചെയ്യുന്നവരെ ഈ പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ പ്രോസസ്സ് നടന്ന അവസാന സർപ്ലസ് ലേബർ എല്ലാം കഴിയുമ്പോൾ വീണ്ടും ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്യണമെങ്കിൽ അവർക്ക് ഹൈ വേജ് റേറ്റ് കൊടുക്കേണ്ടി വരും. സപ്ലൈ കർവ് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ട് മാറും. എത്രത്തോളം ലേബേഴ്സിനെ കൂട്ടുന്നോ അത്രത്തോളം വേജ് കൂട്ടിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഒന്നും കൂടെ ഡയഗ്രത്തിൻ്റെ അത് കേട്ട് നോക്കാം. ഇനി നമുക്ക് ലെവിസ് മോഡൽ ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ക്രിറ്റിസിസംസ് നോക്കാം. ഇതിന് കുറച്ച് ക്രിറ്റിസിസം കൂടെ ഉണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് ലേബർ സേവിങ് ക്യാപിറ്റൽ അക്യുമുലേഷൻ. അപ്പോൾ ഒന്നാമത്തെ എന്താണ്, ലേബർ സേവിങ് ക്യാപിറ്റൽ അക്യുമുലേഷൻ. ഓൺട്രപ്രണേഴ്സ് അവരുടെ പ്രോഫിറ്റ് റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും ഫോർ മോർ ലേബേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഈ അസംഷൻ എന്ന് പറയുന്നത് ദ ക്യാപിറ്റലിസ്റ്റ് എന്ത് ചെയ്യില്ല, ഒരിക്കലും വീണ്ടും ലേബർ ഫോഴ്സിനെ വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദേ റീഇൻവെസ്റ്റ് മോർ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, റീഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഒന്നാമത്തെ ക്രിറ്റിസിസം വഴി പറയുന്നത്. ഇനി എന്താണ് രണ്ടാമത്തെ ക്രിറ്റിസിസം, അർബൻ വേജ് റേറ്റ് ആർ നോട്ട് കോൺസ്റ്റൻറ്റ്. അതായത് അർബൻ വേജ് റേറ്റ് എന്ന് പറയുന്നത് എന്തല്ല, കോൺസ്റ്റൻ്റ് അല്ല. അതായത് ഇൻഡസ്ട്രിയൽ സെക്ടർ വേജ് റേറ്റ് ആർ നോട്ട് കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് അൺറിയലിസ്റ്റിക് ആണെന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫ്ലൈറ്റ്. ഒരിക്കലും ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് ഏരിയയിൽ വിത്തിൻ ഡൊമസ്റ്റിക് എക്കോണമിയിൽ നിൽക്കാനായിട്ട് താല്പര്യം കാണിക്കില്ല. അവരുടെ ക്യാപിറ്റൽ ഫ്ലൈറ്റ് നടത്താനായിട്ടോ റീഇൻവെസ്റ്റ് പ്രോഫിറ്റ് എക്സ്റ്റേണൽ സെക്ടർ നടത്താനായിട്ട് ശ്രമിക്കത്തുള്ളൂ. ഇനി നാലാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് സ്കിൽഡ് ലേബേഴ്സ് നോട്ട് എ ടെമ്പററി ബോട്ടിൽ നെക്ക്. സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള ബോട്ടിൽ നെക്ക് അല്ല. എന്തുകൊണ്ട് ഇറ്റ് ടേക്സ് ലോങ് ടൈം, ഹൈ കോസ്റ്റും അതുപോലെ തന്നെ ലോങ് ടൈമും അവരെന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ ഒരു ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ നോട്ട് സീറോ. ഷുഡ്സ് പറയുന്നത് എന്താണ്, മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ലെസ് ആവാം, പക്ഷേ എന്താവാൻ പറ്റത്തില്ല, സീറോ ആവാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും ലെവിസ് മോഡൽ ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടി അല്ലെങ്കിൽ 2-3 പ്രാവശ്യം കേട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.